10ാം ക്ലാസ് പരീക്ഷാഫലം വന്ന് ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്ന നമ്മുടെ നാട്ടിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് വലിയൊരു ആശ്വാസമായ വാർത്തയുമാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. 10ാം ക്ലാസ് അതായത് SLC കഴിഞ്ഞ കുട്ടികൾക്ക് +1, +2 പഠനത്തിനോ അല്ലെങ്കിൽ പോളിടെക്നിക് ITI കോഴ്സുകൾക്കോ സാമ്പത്തിക സഹായം നൽകുന്ന പ്രധാനപ്പെട്ട 4 സ്കോളർഷിപ്പുകളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന ഈ ആനുകൂല്യങ്ങൾ വഴി ആയിരക്കണക്കിന് രൂപയാണ് കുട്ടികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തുന്നത്. ഈ സ്കോളർഷിപ്പുകൾ ഏതൊക്കെയാണ്, ആർക്കൊക്കെ അപേക്ഷിക്കാം, എന്തൊക്കെ രേഖകൾ വേണം എന്ന് നമുക്ക് കൃത്യമായി നോക്കാം. ആദ്യമായി നമ്മൾ പരിശോധിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി വിതരണം ചെയ്യുന്ന പോസ്റ്റ് മാട്രിക് സ്കോളർഷിപ്പുകളെ കുറിച്ചാണ്. 10ാം ക്ലാസ് വിജയകരമായി പൂർത്തിയാക്കി +1 കോഴ്സുകളിലേക്ക് പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ അവസരമുള്ളത്. ഇതിൽ പ്രധാനമായും ന്യൂനപക്ഷ വിഭാഗങ്ങളായ മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി വിഭാഗങ്ങളിൽ പെടുന്ന കുട്ടികൾക്ക് പ്രത്യേകമായ പോസ്റ്റ് മാട്രിക്സ് ന്യൂനപക്ഷ സ്കോളർഷിപ്പ് ലഭ്യമാണ്. മുൻപത്തെ പരീക്ഷയിൽ അതായത് 10ാം ക്ലാസ്സിൽ കുറഞ്ഞത് 50% മാർക്ക് വാങ്ങിയ കുട്ടികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. രണ്ടാമതായി നമ്മുടെ സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ OBC, OEC വിഭാഗങ്ങളിൽപ്പെടുന്ന കുട്ടികൾക്കുമുള്ള പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകളാണ്. കേരള സർക്കാരിന്റെ E-Grants 3.0 പോർട്ടൽ വഴിയാണ് ഈ ആനുകൂല്യങ്ങൾക്ക് അപേക്ഷിക്കേണ്ടത്. 10ാം ക്ലാസ്സിന് ശേഷം +1, +2, ITI, പോളിടെക്നിക് കോഴ്സുകളിൽ ചേരുന്ന മിടുക്കരായ കുട്ടികൾക്ക് പഠന ചെലവുകൾക്കായി വലിയൊരു തുക ഈ പദ്ധതി വഴി അക്കൗണ്ടിലേക്ക് ലഭിക്കും. OBC വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന PMSSE പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതിക്കും ഇപ്പോൾ E-Grant പോർട്ടൽ വഴി പ്രാധാന്യം നൽകുന്നുണ്ട്. മൂന്നാമതായി, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ മിടുക്കരായ കുട്ടികൾക്ക് വലിയൊരു കൈത്താങ്ങായ വിദ്യാധൻ സ്കോളർഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ശരത് ബാബു ഫൗണ്ടേഷൻ നൽകുന്ന ഈ സ്കോളർഷിപ്പ് 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് +1, +2 ഉപരിപഠനത്തിനായി പ്രതിവർഷം 10,000 രൂപ വരെയാണ് സഹായമായി നൽകുന്നത്. 10ാം ക്ലാസ് പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A ഗ്രേഡ് അല്ലെങ്കിൽ 90% മുകളിൽ മാർക്ക് വാങ്ങിയ കുട്ടികൾക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യതയുള്ളത്. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ കവിയരുത്. +2 തലത്തിൽ ഉയർന്ന മാർക്ക് നിലനിർത്തിയാൽ ഈ കുട്ടികൾക്ക് തങ്ങളുടെ ഡിഗ്രി പഠനത്തിനും ഈ സ്കോളർഷിപ്പ് തുക തുടർന്ന് ലഭിക്കും. നാലാമത്, നമ്മുടെ സംസ്ഥാനത്തെ ഓർഫൻ കുട്ടികൾക്കായി അതായത് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളുടെ പഠനത്തിനായി സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന സ്നേഹപൂർവ്വം സ്കോളർഷിപ്പാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് +1 പഠിക്കുന്ന കുട്ടികൾക്ക് പ്രതിമാസം 750 രൂപ നിരക്കിൽ വർഷത്തിൽ 9,000 രൂപയാണ് ഈ പദ്ധതി വഴി ധനസഹായം ലഭിക്കുന്നത്. സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന BPL കുടുംബങ്ങളിലെ കുട്ടികൾക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക. ഈ സ്കോളർഷിപ്പുകളെല്ലാം അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ രേഖകൾ വേണമെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കയ്യിൽ വേണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇപ്പോൾ പ്രവേശനം നേടിയ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നുള്ള കോഴ്സ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. വില്ലേജ് ഓഫീസിൽ നിന്ന് ജാതി സർട്ടിഫിക്കറ്റും വാർഷിക വരുമാന സർട്ടിഫിക്കറ്റും കൃത്യമായി വാങ്ങിവെക്കണം. അപേക്ഷകനായ വിദ്യാർത്ഥിയുടെ പേരിൽ തന്നെയുള്ള ബാങ്ക് അക്കൗണ്ട്, പാസ്ബുക്കിന്റെ പകർപ്പ്, ആധാർ കാർഡ്, റേഷൻ കാർഡ് എന്നിവയും നിർബന്ധമാണ്. ഈ സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കുമ്പോൾ കുട്ടികളും രക്ഷിതാക്കളും വരുത്തുന്ന ചില പൊതുവായ തെറ്റുകളുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നാമത്തെ തെറ്റ് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകുമ്പോൾ സംഭവിക്കുന്നതാണ്. ബാങ്ക് അക്കൗണ്ട് നമ്പറും IFSC കോഡും കൃത്യമല്ലെങ്കിൽ തുക അക്കൗണ്ടിലേക്ക് വരില്ല. അതുപോലെ തന്നെ കുട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് ആധാർ നമ്പറുമായി നിർബന്ധമായും ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ബാങ്കിൽ നിന്ന് ഉറപ്പുവരുത്തണം. രണ്ടാമത്തെ തെറ്റ് അവസാന തീയതി വരെ കാത്തിരിക്കുക എന്നതാണ്. +1 അലോട്ട്മെന്റ് നടപടികൾ പൂർത്തിയായ ഉടൻ തന്നെ അപേക്ഷകൾ നൽകാൻ ശ്രദ്ധിക്കുക. സ്കോളർഷിപ്പുകളുമായി ബന്ധപ്പെട്ട വരുമാന പരിധികളും അവസാന തീയതികളും അപേക്ഷാ ലിങ്കുകളും സർക്കാരുകൾ കൃത്യസമയത്ത് പുതുക്കാറുള്ളതാണ്. അതുകൊണ്ട് വിജ്ഞാപനങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ സ്കൂളിലെ സ്കോളർഷിപ്പ് ചുമതലയുള്ള അധ്യാപകരുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ കൃത്യമായി ഉറപ്പുവരുത്തുക. ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങളോ OTP പാസ്വേഡുകളോ അപരിചിതരുമായി പങ്കുവെക്കരുത്. ജാഗ്രത പാലിക്കണം.